പ്രിയ കൂട്ടുകാർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ 3 സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ചട്പട്ട് ഔർ നട്കട്ട് കഹാനിയിലെ 3 സെൻറ്റൻസുകളാണ് തന്നിരിക്കുന്നത്. ചട്പട്ട് കോ ആകെ നികൽ ജാനെ പർ പീछे മുട്കർ ദിഖ്നാ പട്ടാ ഹേ. പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നു. ബഡേക്കോ തോ ചോട്ടെ കാ ധ്യാൻ രഖ്നാ പട്ടാ ഹേ. ബഡേക്ക് ചോട്ടയുടെ ധ്യാൻ രഖ്നാ ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നു. നട്കട്ട് കോ പോക്കർ കിനാരെ ഏക്ക് ചിക്കനി ഗിഡ്ഡി ദിഖാനി പടി കാണേണ്ടതായി ഒരു മിനുസമാർന്ന കല്ല് കാണേണ്ടി വന്നു. ഈ സെൻറ്റൻസുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ക്രിയകളെല്ലാം അവസാനം ചെയ്യാൻ ദേഖിനാ പട്ട, അതുപോലെ രഖിനാ ഹീ പട്ട, അവർ ദിഖാനി ഹീ പട്ട. അപ്പം സഹായക്രിയയായിട്ടുള്ള പട് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ചട്പട്ട് കോ, ബഡേക്കോ, അവർ നട്കട്ട് കോ എന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ പട് എന്ന് പറയുന്ന സഹായക്രിയ വന്നാൽ ഇത് നിർബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. സഹായക്രിയ വന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റിനോടൊപ്പം കോ ചേർന്ന് വരണം. അതുകൊണ്ടാണ് ചട്പട്ട് കോ, ബഡേക്കോ, നട്കട്ട് കോ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അങ്ങനെ കോ ചേർന്ന് വന്നു കഴിഞ്ഞാൽ ക്രിയ കർമ്മത്തിൻ്റെ ലിംഗവചനം അനുസരിച്ച് മാറിയിരിക്കും. അപ്പം കർമ്മം പുല്ലിംഗമാണെങ്കിൽ നാ എന്നും, ബഹുവചനമാണെങ്കിൽ നേ എന്നും, സ്ത്രീലിംഗമാണെങ്കിൽ നീ എന്നും ചേർത്ത് എഴുതണം. നമുക്ക് എക്സാമ്പിളുകൾ മറ്റു പരിശോധിക്കാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? മൈ ഗന്ത പാനി പീനി പടി എന്ന് പറഞ്ഞിരിക്കുന്നു. സംശോധൻ കരയും, പരീക്ഷയ്ക്ക് സംശോധൻ കരയും എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ സെൻറ്റൻസ് അങ്ങനെ പറഞ്ഞു. രണ്ടാമത്തെ സെൻറ്റൻസ് എങ്ങനെ പറഞ്ഞു? ലഡ്കി കോ ഗീത് ഗാനി പടി എന്ന് പറഞ്ഞു. മൂന്നാമത്തെ സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത് വഗുരോ സ്കൂൾ ജാന പട്ടാഹേ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ 3 സെൻറ്റൻസുകളെ നമുക്ക് ശുദ്ധമായ രൂപത്തിലേക്ക് സംശോധൻ കരയും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ലഘിൻ്റെ പ്രയോഗം പഠിച്ചതുപോലെ തന്നെ പടിൻ്റെ പ്രയോഗം പഠിക്കുകയാണ്. അപ്പോൾ പടിൻ്റെ പ്രയോഗത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? കോ ചേർക്കണം, ക്രിയയുടെ കൂടെ ഞാൻ ഇനി ചേർക്കണം. അപ്പോൾ എന്താണ് ആദ്യത്തെ സെൻറ്റൻസ്? മൈ ഗന്ത പാനി പീനി പടി എന്നാണ്. അപ്പോൾ അതിൽ നമുക്ക് ശബ്ദമായി എഴുതാം. മൈമിൻ്റെ കൂടെ കോ ചേർക്കണം. അപ്പോൾ ഇവിടെ കർമ്മം എന്ന് പറയുന്നത് പാനിയാണ്. പാനി എന്ന് പറയുന്ന എല്ലാവരും ശ്രദ്ധിക്കുക, പുല്ലിംഗ ശബ്ദമാണ്. പുല്ലിംഗ ശബ്ദമായതുകൊണ്ട് പീനി പടി എന്ന് വരത്തില്ല, പീനാ പട. അപ്പോൾ ശരിയായിട്ട് എഴുതാം, മുച്ചേ ഗന്ത പാനി പീനാ പട. രണ്ടാമത്തെ സെൻറ്റൻസ് എന്തായിരുന്നു? ലഡ്കി കോ ഗീത് ഗാന ഗാനി പടി. അപ്പം ഗീത് എന്ന് പറയുന്നത് കോ ചേർന്ന് വന്നിട്ടുണ്ട്. ഗീത് എന്ന് പറയുന്നത് പുല്ലിംഗ ശബ്ദമാണ്, എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഗീത് പുല്ലിംഗ ശബ്ദമായതുകൊണ്ട് കർമ്മമാണ്. അപ്പം ഗാന പട എന്ന് ചേർത്തു. മൂന്നാമത്തെ സെൻറ്റൻസ് എന്താണ്? വഹുരോ സ്കൂൾ ജാന പട്ടാഹേ. വഹിൻ്റെ കൂടെ എന്ത് ചേർക്കണം? പട് വന്നതുകൊണ്ട് കോ ചേർക്കണം. അപ്പോൾ ഉസ്കോ. ഈ സെൻറ്റൻസിൽ കർമ്മമില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? പുല്ലിംഗ ഏകവചനത്തിൽ ഞാ ചേർത്തെഴുതിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെ എഴുതും? ഉസ്കോ രോ സ്കൂൾ ജാന പട്ടാ ഹേ. അപ്പോൾ ഇതുപോലുള്ള പടിൻ്റെ പ്രയോഗങ്ങൾ നിങ്ങളും ടെസ്റ്റിൽ നിന്നും കണ്ടുപിടിച്ച് എഴുതുക.